സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരം ആളുകളെ രാജ്യം ഭരിക്കാൻ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ വിവേകം എത്രയാണെന്ന് വ്യക്തമാകും. ഇന്ത്യ പോലെ ഇത്ര പിന്നോക്കം നിൽക്കുന്ന രാജ്യത്തെ ജനങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഏതാനും വർഷം കഴിയുമ്പോൾ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ നാണിച്ച് തല താഴ്ത്തുമെന്ന്. രാജ്യത്തെ ജനങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരായി, ഇംഗ്ലീഷ് അറിയില്ലാത്തവരായി, വെറും മണ്ടൻ സംഖ്യകളായി മാറണം എന്ന് ഇവർ പൊതുവേദിയിൽ വെച്ച് ആവശ്യപ്പെടുമ്പോൾ അത് കേട്ട് കൈയടിക്കുന്ന ജനങ്ങൾ മറക്കുന്നത് ഇവരുടെയൊക്കെ മക്കളെ അമേരിക്കയിലും ലണ്ടനിലും ഉള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ വിട്ട് ഉന്നത വിദ്യാഭ്യാസം നൽകി വിദേശത്ത് തന്നെ സെറ്റിൽ ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം G7-ൽ പങ്കെടുക്കാൻ മോദി കാനഡയിൽ ചെന്നപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഒരു അടിസ്ഥാന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മോദി മറുപടി പറഞ്ഞത് ഹിന്ദിയിലാണ്. അതിനെ തുടർന്ന് വളരെയേറെ ആളുകളാണ് മോദിയുടെ വിദ്യാഭ്യാസമില്ലായ്മയെ ട്രോൾ ചെയ്തത്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന അമിത്ഷാ പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ പറയുന്നത്. मेरी बात याद रखना, हम सबके जीवन में, मेरी बात ध्यान से सुनना, हम सबके जीवन में इस देश में अंग्रेजी बोलने वालों को शर्म आएगी, ऐसा समाज का निर्माण अब दूर नहीं. എന്റെ വാക്കുകൾ ഓർമ്മയിൽ വെച്ചുകൊള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ലജ്ജയുണ്ടാവും. അങ്ങനെ ഒരു സമൂഹത്തിന്റെ നിർമ്മാണം വളരെ ദൂരെയല്ല. ഇത് കേട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കൈയടിക്കാൻ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആവറേജ് IQ 50-ലും താഴെയാണ് എന്ന് വിചാരിക്കേണ്ടി വരും. എങ്ങനെയാണ് വാ തുറന്ന് ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് തോന്നുന്നത്? ഇത് കേട്ടാലും കൈയടിക്കുന്ന മണ്ടന്മാരിൽ മണ്ടന്മാരായ മന്ദഭക്തർ ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ധൈര്യം നൽകുന്നത്? വലിയ ഏതോ കാര്യം പറയുന്നത് പോലെ ഒരു വെകിടൻ ചിരിയും ചിരിച്ചാണ് ആഭ്യന്തരമന്ത്രി ഇതുപോലെ ഭൂലോക വിഡ്ഢിത്തം പറയുന്നത്. പെൻഗ്വിൻ പക്ഷിയെ പോലെ നടക്കുന്ന ഇദ്ദേഹത്തിന്റെ മകൻ ICCയുടെ ചെയർമാനായ ജയ്ഷായുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാകും. അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി നിയമിച്ചിരിക്കുന്നത്. I would like to congratulate you to get a gold medal in Asian Games. എങ്ങനെയുണ്ട്? വളരെ മിടുക്കനും കഴിവുള്ളവനും ഫ്ലുവന്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവനുമായ ആഭ്യന്തരമന്ത്രിയുടെ മകൻ ICC ചെയർപേഴ്സൺ. പക്ഷേ ഇവനൊക്കെ യാതൊരു കഴിവും ഇല്ലെങ്കിലും പണത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിൽ ഏത് ലെവലിലും ഇവർ ഇരുത്തും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ സാധാരണക്കാരായ നമ്മുടെ കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം നേടി ഇംഗ്ലീഷ് അനായാസമായി സംസാരിച്ച് മികച്ച വ്യക്തിത്വങ്ങൾ ആയില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയും ജീവിതം കട്ടപ്പുകയാവും. എല്ലാവരെയും ഹിന്ദി പഠിപ്പിച്ച് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ മന്ദബുദ്ധികളാക്കി നിർത്താൻ വെമ്പൽ കൊള്ളുന്ന ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് എവിടെയാണ് എന്ന് ദ പ്രിന്റിന്റെ ഈ വാർത്തയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മോദി ഗവൺമെന്റിലെ മന്ത്രിമാർ അവരുടെ കുട്ടികൾ പഠിക്കുന്നതിന് പ്രിഫർ ചെയ്യുന്നത് ഓക്സ്ഫോർഡ്, ഹാർവാർഡ് എന്നീ വിദേശ യൂണിവേഴ്സിറ്റികളാണ്. അല്ലാതെ ഇന്ത്യയിലെ IITയും IIMഉം അല്ല. മോദിയുടെ മന്ത്രിസഭയിലുള്ള 56 മന്ത്രിമാരിൽ 12 പേർ അവരുടെ കുട്ടികളെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉപരിപഠനത്തിന് അയച്ചിരിക്കുകയാണ്. ഇതിൽ ഉൾപ്പെടുന്നത് രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, രവിശങ്കർ പ്രസാദ് തുടങ്ങിയവരൊക്കെയാണ്. ഇവരുടെയൊക്കെ മക്കൾ പലരും അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും പൗരന്മാരും ആണ് എന്നുള്ളതാണ് വാസ്തവം. BJP നേതാക്കളുടെ വിദേശങ്ങളിൽ പഠിക്കുന്ന മക്കളുടെ ലിസ്റ്റ് ഇതാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെ മകൻ കാർത്തികേയ LLMന് പഠിക്കുന്നത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിൽ ആണ്. രാജ്നാഥ് സിംഗിന്റെ മകൻ നീരജ് MBA പഠിക്കുന്നത് UKയിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ആണ്. പീയൂഷ് ഗോയലിന്റെ മകൻ ധ്രുവ് ഗോയൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. രവിശങ്കർ പ്രസാദിന്റെ മകൻ ആദിത്യ ശങ്കർ നിയമം പഠിക്കുന്നത് അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ ആണ്. നിർമ്മല സീതാരാമന്റെ മകൾ വാഗ്മയി അമേരിക്കയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലാണ് MA ചെയ്യുന്നത്. പ്രകാശ് ജാവേദ്കറിന്റെ മകൻ അപൂർവ അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. S ജയശങ്കറിന്റെ മകൻ ധ്രുവ്
രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ MA ചെയ്യുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മകൻ മഹാറിയാമൻ അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനം നടത്തുന്നു. ഹർഷവർദ്ധന്റെ മകൻ സച്ചിൻ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോണിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടൻസി പഠിക്കുന്നു. ജിതേന്ദ്ര സിംഗിന്റെ മകൻ അരുണോദയ് UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദ പഠനം നടത്തുന്നു. അതായത് BJP നേതാക്കളുടെയും മന്ത്രിമാരുടെയും മക്കളെ വിദേശത്ത് വിട്ട് നല്ല ഇറച്ചിയും മീനും കഴിപ്പിക്കുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ എല്ലും മുള്ളും ഉച്ചിഷ്ടവും തിന്ന് ഇവരൊക്കെ വിശ്വഗുരുവും നോൺ ബയോളജിക്കൽ ദൈവവുമാണ് എന്ന് പറഞ്ഞു നടക്കുന്നു. അവർ വിദ്യാഭ്യാസം നേടി ഇംഗ്ലീഷ് പഠിച്ച് വിദേശ രാജ്യങ്ങളിലെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും വോട്ട് ചെയ്യാൻ ഒരാളെ പോലും കിട്ടുകയില്ല എന്ന് ഇവർക്കറിയാം. അതിനാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇവന്റെയൊക്കെ വാലാട്ടിപ്പട്ടുകളായി ജീവിക്കണമെന്നാണ് പരസ്യമായി പറയുന്നത്. അത് കേട്ട് കൈയടിക്കാനും ആളുകൾ ഉണ്ടെങ്കിൽ ഇവരൊക്കെ തലയ്ക്കകത്ത് താമസമില്ലാത്ത വെറും വാലാട്ടിപ്പട്ടുകളാണ്. ഇവരിൽ പലരുടെയും ഭാര്യമാരും മക്കളുടെ പങ്കാളികളും വിദേശികളാണ് എന്നുള്ളതാണ് വസ്തുത. BJPയുടെ മൗത്ത് പീസ് ANIയുടെ സ്മിത പ്രകാശിന്റെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു അമേരിക്കക്കാരിയെയാണ്. ഇന്ത്യയിലെ ആളുകളെ സനാതനിയും മസ്ജിദുകളുടെ മുന്നിൽ ഡാൻസ് കളിക്കുന്ന മണ്ടന്മാരും ആക്കുന്ന BJP നേതാക്കളെയും ഇവരുടെ വിവാഹ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞത് കേട്ടുകൊള്ളൂ. अच्छा मुझे एक बात बताओ, मोहन भागवत हर रोज कहता है कि भैया अंग्रेजी नहीं बोलनी चाहिए, हिंदी बोलनी चाहिए. अंग्रेजी का उपयोग नहीं करूंगा. मगर फिर आप RSS के बच्चों को देखो, BJP के लोगों के बच्चों को देखो, इनके मंत्रियों के बच्चों को देखो, ये सब इंग्लैंड जाके पढ़ रहे हैं. हो क्या रहा है सर? हम लोगों को भ्रमित कर रहे हैं ना. अंग्रेजी भैया, अंग्रेजी हथियार है. अंग्रेजी आप सीख गए तो आप कहीं भी घुस जाओ. अंग्रेजी आप सीख गए तो आप अमेरिका तक जाओगे, जापान चले जाओगे, कहीं भी जा सकते हो, किसी भी कंपनी में काम कर सकते हो. ये बोल रहे हैं मगर इसके पीछे सोच क्या? अंग्रेजी नहीं पढ़नी चाहिए. क्यों नहीं पढ़नी चाहिए? क्योंकि वो नहीं चाहते कि आप लोग बड़े बोर्डरूम्स में घुसो, आप लोगों को करोड़ों रुपए की नौकरी मिले. वो नहीं चाहते. वो चाहते कि भैया ये नौकरियां हमारी हैं, हम इंग्लिश स्कूल में जाएं, हमारा ठेका लगे रहे और वो मतलब SC के बच्चे SC हॉस्टल में जाएं, वो अंग्रेजी ना सीखे, कुछ ना कर पाए. वो चाहते हैं कि दरवाजा आपके लिए बंद रहे. मगर अंग्रेजी आपका सबसे बड़ा हथियार है, क्योंकि अंग्रेजी आपको कहीं भी पहुंचा देगा. ഒരു കാര്യം പറയൂ സഹോദര, മോഹൻ ഭാഗവത് ദിവസവും പറയും ഇംഗ്ലീഷ് സംസാരിക്കരുതെന്ന്, മറിച്ച് ഹിന്ദിയെ സംസാരിക്കാവൂ എന്ന്. എന്നാൽ RSSന്റെയും BJPയുടെയും നേതാക്കളുടെ മക്കളെ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം പഠിക്കുന്നത് ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആളുകൾ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഇവർക്ക് നിയന്ത്രിച്ച് നിർത്തണം എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും. ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാം, ജപ്പാനിൽ പോകാം, അങ്ങനെ എവിടെ വേണമെങ്കിലും പോകാം, ഏത് കമ്പനിയിൽ വേണമെങ്കിലും ജോലി ചെയ്യാം. ഇവർ ഇംഗ്ലീഷ് സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ്? ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയുന്നത്? കാരണം നിങ്ങൾക്ക് വലിയ കോർപ്പറേറ്റ് ജോലികൾ ലഭിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾക്ക് കോടിക്കണക്കിന് ശമ്പളമുള്ള ജോലി ലഭിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ വലിയ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച് വലിയ വലിയ ജോലികൾ ചെയ്യണം. എന്നാൽ പിന്നോക്കക്കാരായ പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾ ഇതൊന്നും പഠിച്ച് മുന്നേറരുത്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വാതിലുകൾ അടഞ്ഞു കിടക്കണം എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിങ്ങളെ എവിടെ വേണമെങ്കിലും എത്തിക്കും. മോദിക്കും ഷായ്ക്കും ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലാത്തതിനാൽ, അതേപോലെ തന്നെ വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ അവർക്ക് വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് അവർക്കറിയാം. എന്നിട്ട് അത് കേട്ട് ഈ മണ്ടന്മാർ കൈയടിക്കുന്നു. അമിത്ഷായുടെ ഈ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് വളരെ അർത്ഥവത്തായ, ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയായിരിക്കണം നേതാക്കൾ ആളുകളോട് പറയേണ്ടത്. ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു തടസ്സമല്ല, മറിച്ച് ഒരു പാലമാണ്. ഇംഗ്ലീഷ് മാനക്കേടല്ല, മറിച്ച് ശക്തിയാണ്. ഇംഗ്ലീഷ് ഒരു ചങ്ങലയല്ല, ചങ്ങലകളെ തകർക്കാനുള്ള ഉപകരണമാണ്. BJPയും RSSും ഇന്ത്യയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ചോദ്യം ചോദിക്കുകയോ ജീവിതത്തിൽ മുന്നേറുകയോ തുല്യ അവകാശം ലഭിക്കുകയോ ചെയ്യരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇന്നത്തെ ലോകത്ത് നിങ്ങളുടെ മാതൃഭാഷ പോലെ തന്നെ അത്യാവശ്യമാണ് ഇംഗ്ലീഷും. കാരണം അത് നിങ്ങൾക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും കാരണമാകും. എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും ഒരു ആത്മാവും സംസ്കാരവും അറിവും ഉണ്ട്. അത് നമ്മൾ വിലമതിക്കണം.
അതേസമയം തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ലോകത്തിലെ രാജ്യങ്ങളുമായി മത്സരിക്കുന്ന ഒരു ഇന്ത്യയിലേക്കുള്ള വഴിയാണ് അത്. അതുവഴി എല്ലാ കുട്ടികൾക്കും തുല്യ അവസരത്തിനുള്ള വഴി തുറക്കും. ഇതാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും വിവേകത്തിന്റെയും 1% രാജ്യം ഭരിക്കുന്ന സംഘികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യം ഇന്ന് വളരെയേറെ മുന്നേറിയേനെ. രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് ദ ഹിന്ദുവിൽ ഒരു നീണ്ട ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ശക്തിയാണ് എന്ന് പറഞ്ഞ്. അത് വായിച്ചു നോക്കേണ്ടവർക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് മുഴുവൻ വായിച്ചു നോക്കി മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അമിത്ഷാ ഇങ്ങനെ പറയുന്ന വീഡിയോ BJPയുടെ മൗത്ത് പീസ് ANI പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെയേറെ പ്രതിഷേധമാണ് ഉയർന്നത്. അതുപോലെ നിരവധി ദിനപത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ പ്രതിഷേധം ഉയർന്നതിന്റെ പേരിൽ അവർ INAയോടും മറ്റു മാധ്യമങ്ങളോടും അമിത്ഷാ ഈ പറഞ്ഞ കാര്യം ഇത്തരം വൃത്തികേട് പറയുന്ന മന്ത്രിയുടെ തനിസ്വരൂപം ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഡിലീറ്റ് ചെയ്യണം എന്ന ഓർഡർ കൊടുത്തു. അത് കേട്ട പാതി അതിൽ ഭൂരിഭാഗം മീഡിയകളും ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് രാജ്യം ഭരിക്കുന്ന മോദിയുടെയും കൂട്ടരുടെയും യഥാർത്ഥ രൂപം. എന്റെ അഭിപ്രായത്തിൽ എല്ലാ ഇന്ത്യക്കാർക്കും 2 തുല്യ പ്രാധാന്യമുള്ള മാതൃഭാഷ വേണം. അവരവരുടെ മാതൃഭാഷയും ഇംഗ്ലീഷും. ഇന്ത്യക്ക് ഇത്രയെങ്കിലും പുരോഗതി ഉണ്ടാകാനുള്ള കാരണം സോഫ്റ്റ്വെയർ സർവീസ് സെക്ടറിലെ മികച്ച ജോലികളാണ്. വിവരവും വിദ്യാഭ്യാസവുമുള്ള ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ള ഒറ്റ കാരണത്താലാണ് അതിൽ ഇന്ത്യക്ക് മുന്നേറാനായത്. എല്ലാ സർക്കാർ സ്കൂളുകളിലും വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ ആക്കണമെന്നും അതുവഴി മാതൃഭാഷ കൂടാതെ ഇംഗ്ലീഷിലും ഇന്ത്യയിലെ എല്ലാവരും നല്ല പരിജ്ഞാനം ഉള്ളവരും ആകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?